ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ലോഗോസിനായിട്ട് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 45 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് കൊടുക്കുവാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പല ആവർത്തി കേട്ട് മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 300 രൂപ അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് നടന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. 1. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 36. രണ്ടാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 ഒന്നാമത്തെ തലക്കെട്ട് ഏതാണ്? ഉത്തരം യേശുവും നിക്കോദെമോസും. മൂന്നാമത്തെ ചോദ്യം, നിക്കോദെമോസ് യേശുവിനെ കാണാൻ വന്നത് എപ്പോഴാണ്? ഉത്തരം രാത്രിയിൽ. നാലാമത്തെ ചോദ്യം, നിക്കോദെമോസ് യേശുവിനെ സംബോധന ചെയ്തത് എന്താണ്? ഉത്തരം റബ്ബി, ഗുരു. ഏഴാമത്തെ ചോദ്യം, നിക്കോദെമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത്? ഉത്തരം റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. എട്ടാമത്തെ ചോദ്യം, ആര് കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് യേശുവിനോട് നിക്കോദെമോസ് പറഞ്ഞത്? ഉത്തരം ദൈവം. 9. യേശു എന്താണ് നിക്കോദെമോസിനോട് ആദ്യമായി പറഞ്ഞത്? ഉത്തരം സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 10. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു നിക്കോദെമോസിനോട് പറയുന്നത് എന്താണ്? ഉത്തരം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. 11. ആരുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ എന്നാണ് നിക്കോദെമോസ് ചോദിക്കുന്നത്? ഉത്തരം അമ്മയുടെ. 12. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ആരുടെ മറുപടിയാണിത്? ഉത്തരം യേശുവിൻ്റെ. 13. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? ഉത്തരം മാംസമാണ്. 14. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ആത്മാവ്. 15. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. 16.
എന്ത് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു? ഉത്തരം കാറ്റ്. 17. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഏതുപോലെ? ഉത്തരം കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നത് പോലെ. 18. നീ ഇസ്രായേലിലെ ആരല്ലേ എന്നാണ് യേശു നിക്കോദെമോസിനോട് ചോദിച്ചത്? ഉത്തരം ഗുരുവല്ലേ. 19. ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. വചനഭാഗം ഏതാണ്? ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. 20-ാമത്തെ ചോദ്യം. ആരല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ. 21-ാമത്തെ ചോദ്യം. ആരാണ് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം മോശ. 22-ാമത്തെ ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3-ലെ 2-ാമത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം സ്നാപക യോഹന്നാന്റെ ദൗത്യം. 23-ാമത്തെ ചോദ്യം. നിക്കോദെമോസിനെ കണ്ടുമുട്ടിയ ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഉത്തരം യൂദയ ദേശത്തേക്ക്. 24. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയത്? ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ. 25. യോഹന്നാൻ സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാനം നൽകിയിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ. 26-ാമത്തെ ചോദ്യം. ഇനിയും ആര് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്നാണ് യോഹന്നാൻ 3:24 പറയുന്നത്? ഉത്തരം യോഹന്നാൻ. 27. യോഹന്നാന്റെ ശിഷ്യന്മാരും ആരും തമ്മിലാണ് തർക്കമുണ്ടായത്? ഉത്തരം ഒരു യഹൂദനും. 28. അവനും യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെ പറ്റിയാണ് തർക്കമുണ്ടായത്? ഉത്തരം ശുദ്ധീകരണത്തെ പറ്റി. 29-ാമത്തെ ചോദ്യം. ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോകുകയാണ്. ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം യോഹന്നാനോട്. 30-ാമത്തെ ചോദ്യം. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോകുകയാണ്. അവൻ ആര്? ഉത്തരം യേശു. 31. എവിടെ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. 32. യോഹന്നാൻ 3:28 യോഹന്നാൻ തന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഞാൻ ക്രിസ്തുവല്ല. 33. ക്രിസ്തുവിന് മുമ്പ് അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം യോഹന്നാനെ. 34. മണവാട്ടിയുള്ളവനാണ് ആര്? ഉത്തരം മണവാളൻ. 35. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്നത് ആരാണ്? ഉത്തരം സ്നേഹിതൻ. 36. എന്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം യോഹന്നാന്റെ. 37. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഉത്തരം യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 38. ആരാണ് എല്ലാവർക്കും ഉപരിയാണ് എന്ന് പറയുന്നത്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. 39. ആരാണ് ഭൂമിയുടേത്? ഉത്തരം
ഭൂമിയിൽ നിന്നുള്ളവൻ. 40 രണ്ട് കൂട്ടരെ കുറിച്ച് എല്ലാവർക്കും ഉപരിയാണ് എന്ന് പറയുന്നു. ആരെല്ലാം? ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവനും സ്വർഗത്തിൽ നിന്ന് വരുന്നവനും. 41 കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ. 42 സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിന് മുദ്ര വയ്ക്കുന്നു? ഉത്തരം ദൈവം സത്യവാനാണ് എന്നതിന്. 43 ദൈവം അയച്ചവൻ എന്ത് സംസാരിക്കുന്നു? ഉത്തരം ദൈവത്തിന്റെ വാക്കുകൾ. 44 ആര് പുത്രനെ സ്നേഹിക്കുന്നു? ഉത്തരം പിതാവ്. 45 ആരിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു? ഉത്തരം പുത്രനിൽ.